ബിജെപിയുടെ ഈ സംഘടനാ വർഷത്തിലെ സംസ്ഥാന അധ്യക്ഷൻ്റെ നോമിനേഷൻ സ്വീകരിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടന്നത്. നോമിനേഷൻ സമർപ്പണം കഴിഞ്ഞു. ഈ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖരനെ സപ്പോർട്ട് ചെയ്ത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ, ബഹുമാന്യനായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ശ്രീ ജോർജ് കുര്യൻ, വി മുരളീധരൻ, ശ്രീ കുമ്മനം രാജശേഖരൻ, ശ്രീ പി കെ കൃഷ്ണദാസ്, ശ്രീ എ എൻ രാധാകൃഷ്ണൻ, ശ്രീ എം ഡി രമേശ്, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ പി സുധീർ, ശ്രീമതി ശോഭ സുരേന്ദ്രൻ, ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, പി അശോക് കുമാർ, പ്രൊഫസർ വി ടി രമ, ശ്രീ പി ബി ഗോപകുമാർ, എം എ അബ്ദുൽ സലാം, കെ രാമൻപിള്ള, എം വി ഗോപകുമാർ, ശ്രീ വി വി രാജേഷ് തുടങ്ങിയ ഇത്രയും ആളുകൾ ആണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. നാളെ 11 മണിക്ക് ഉള്ള മഹാസമ്മേളനത്തിൽ വെച്ച് സംസ്ഥാനത്തെ ഭരണാധികാരി പ്രഹ്ലാദ് ജോഷി, കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഔദ്യോഗികമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നു. ദേശീയ സമിതിയിലേക്ക് കേരളത്തിൽ നിന്ന് 30 പേരെ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. 30 പേരുടെ നോമിനേഷൻ ലഭിച്ചു. താഴെ പോവാം, ചായ കുടിക്കാം. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന കാര്യാലയത്തിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി 2 സെറ്റ് പത്രികയാണ്, പിന്താങ്ങുന്നവരടക്കമുള്ള പത്രികയാണ് സമർപ്പിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസരത്തിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വി മുരളീധരൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ MT രമേശ്, ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട MT രമേശ് അടക്കമുള്ള നേതാക്കളുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ അവർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങ് ഈ പത്രിക സമർപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. അത് ശ്രദ്ധേയമാവുകയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖറിനൊപ്പം തന്നെ MT രമേശിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേര് സജീവമായി തന്നെ പരിഗണിച്ചിരുന്നതാണ്. എന്നാൽ അവർ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. നമുക്ക് ഇവിടെ ഈ നേതാക്കളുടെ കൂട്ടത്തിൽ ഒന്നും തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. 3 മണി വരെയാണ് പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമയം. അതിനുശേഷം 4 മണിക്ക് സൂക്ഷ്മ പരിശോധന നടക്കും. നമുക്കറിയാം, കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് പ്രകാരം ഒരാളെ മാത്രമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേരും ശോഭാ സുരേന്ദ്രൻ മാത്രമാണോ ഇല്ലാത്തത്? ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് ഇവിടെ എത്താതിരുന്നത്. കോർ കമ്മിറ്റിയിൽ പങ്കെടുത്ത ശോഭാ സുരേന്ദ്രൻ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസരത്തിൽ അവരിവിടെ എത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളും കാണിക്കാൻ സാധിക്കും. ഇല്ല, നമുക്ക് വ്യക്തമായി തന്നെ പറയാം, ശോഭാ സുരേന്ദ്രൻ എത്തിയിട്ടില്ല. അതിലൊരു രാഷ്ട്രീയക്കുഴപ്പം ഇവിടെ വന്നതാണ്. ആദ്യം അവർ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് നേതാക്കൾക്ക് ഒപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം അവർ എത്തി എന്ന തരത്തിൽ സംസ്ഥാനത്തെ BJP നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 മണിയോടുകൂടി സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് നാളെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം. പുതിയ BJP സംസ്ഥാന അധ്യക്ഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാണ്. മുതിർന്ന
നേതാക്കളെല്ലാം, അതായത് എടുത്തു പറയേണ്ടത് ഈ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ച MT രമേശ്, V മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എല്ലാവരും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിന് എത്തിയിരുന്നു. പക്ഷെ അതേസമയം വിട്ടുനിന്ന ഒരേ ഒരു നേതാവ് അത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്. ഈ സമയത്തും അവർ സംസ്ഥാന കാര്യാലയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. BJP നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എത്തുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്.